പലർക്കും അറിയാത്തൊരു രഹസ്യമാണ് കേട്ടോ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചക്കപ്പാടയാണ്. അപ്പം നമ്മൾ ചക്കയൊക്കെ വെട്ടിയിട്ട് അതിൻ്റെ കുരുവിൻ്റെ മുകളിലുള്ള ആ പാട നമ്മളെല്ലാവരും കളയുന്നവരല്ലേ. പക്ഷെ ഇനി ആരും ആ പാട കളയരുത് കേട്ടോ. ഇതുപോലെ നമുക്ക് എടുത്ത് വെക്കുവാണെങ്കിലുണ്ടല്ലോ നമുക്ക് അടിപൊളിയൊരു കൊണ്ടാട്ടം ഉണ്ടാക്കാവേ. അപ്പം ഞാനിത് എങ്ങനെയാണ് ഇതുപോലെ റെഡിയാക്കി വെക്കുന്നതെന്ന് കാണിച്ചു തരാവേ. ബാ, ഇതാ ഞാൻ നമ്മുടെ ചക്കപ്പാട ഇതുപോലെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ചക്ക റെഡിയാക്കുന്ന സമയത്ത് തന്നെ ഇതുപോലെ പാട എടുത്തിട്ട് മാറ്റി വെക്കുവേ. അപ്പം നമുക്ക് ഇത്തിരി കട്ടി കുറഞ്ഞ പാടയാണെങ്കിൽ അതാണ് കേട്ടോ നല്ല ടേസ്റ്റ്, നല്ല മുരുമുരാ റെഡിയായി കിട്ടുകയും ചെയ്യേ. അപ്പോൾ ഇതാ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ പാട ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണേ. എന്നിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഉപ്പും നമ്മുടെ പാടയും കൂടെ പാടയിലേക്ക് ഉപ്പ് പിടിക്കുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. അതിന് ശേഷം ഉണ്ടല്ലോ നമുക്ക് ചെറുതായിട്ടൊന്ന് ആവി കയറ്റിയെടുക്കണം. ചെറിയ തീയിൽ ചെറുതായിട്ടൊന്ന് ആവി കയറ്റിയെടുക്കണേ. അധികം വെന്തു പോയാൽ നമ്മുടെ ഇത് നമ്മൾ ഉദ്ദേശിച്ച പോലെ കിട്ടുകയില്ല. അതുകൊണ്ട് നമ്മൾ അടുത്ത് തന്നെ നിന്നിട്ട് ആവി കയറുന്ന നോക്കി നിന്ന് ചെറുതായിട്ടൊന്ന് ആവി കയറ്റിയെടുക്കുകയും ചെയ്യാവുള്ളേ. അതിന് ശേഷം നമുക്ക് ഇതാ നമ്മുടെ പാടയിൽ ആവി കയറി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് തണുക്കാൻ എടുക്കണേ. തണുക്കാൻ എടുത്ത് വെച്ചതിന് ശേഷം നമുക്കുണ്ടല്ലോ നല്ലതുപോലെ വെയിലത്തിട്ടൊന്ന് ഉണക്കിയെടുക്കണം. അപ്പം നമ്മളിത് കോട്ടൻ്റെ തുണിയിലോ എന്തെങ്കിലും പാത്രത്തിലോ ഒക്കെ ഇട്ടിട്ട് നമുക്കിതുപോലെ ഒന്ന് ഉണക്കിയെടുക്കണം. അപ്പോൾ 2 ദിവസം ആകുമ്പോഴത്തേക്കും തന്നെ ഒരുവിധം നല്ലതുപോലെ ഉണങ്ങി കിട്ടും. കട്ടി കുറഞ്ഞ പാടയല്ലേ, ഉണങ്ങി കിട്ടുക. ഒരു 3 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ലതുപോലെ നമുക്ക് ഉണങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണങ്ങിയതിന് ശേഷം നമ്മളൊരു പാത്രത്തിലിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമുക്കെടുത്ത് ഉപയോഗിക്കാവേ. അപ്പോൾ ഇതാ നമ്മുടെ പാട നല്ലതുപോലെ ഉണങ്ങി വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാനതൊരു പാത്രത്തിലിട്ട് ഇതുപോലെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇത് എടുത്തിട്ടുണ്ടല്ലോ നമുക്ക് നല്ല അടിപൊളിയൊരു കൊണ്ടാട്ടം ഉണ്ടാക്കാവേ. അപ്പോൾ ഇതാ ഞാൻ ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. ഇനി അത് വെള്ളമൊക്കെ പറ്റി വന്നു, എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ നല്ലപോലെ ചൂടാക്കി വന്നപ്പം തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമ്മുടെ പാടയും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിലുണ്ടല്ലോ ഇതാ ഇതുപോലെ നല്ല മുരാന്നുള്ള നല്ല അടിപൊളി കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കരിഞ്ഞു പോയാൽ ഇതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അതുകൊണ്ട് കരിഞ്ഞു പോവാതെ നമ്മൾ ഇതുപോലെ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണേൽ റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ ഇതുപോലെയൊക്കെ റെഡിയാക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ ഇതുവരെ ഇതിങ്ങനെ അറിയാത്തവരുണ്ടെങ്കിൽ അവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കുവാൻ വേണേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ.